ഒരു ഐഫോൺ ഗീവ് അവേ ഇന്നലെ കാക്കനാട് ബോക്സ് ബേൺ ജിമ്മിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഐഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗീവ് അവേ എന്നല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ. ഇന്നലത്തെ വീഡിയോ ആരൊക്കെ കണ്ടെന്നറിയത്തില്ല, എന്നാലും ഒന്നോടെ ഒരു റീക്യാപ്പ് പോലെ നമുക്ക് പോയിട്ട് വരാം. ഇന്നലെ നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മൾ ജിമ്മിലെത്തിയപ്പം റെഡ് ബുള്ളുകാർ ഒരു മാരത്തോൺ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി കുറെ റെഡ് ബുള്ളും കൊണ്ടുവന്നു. വേറൊരു ടീഷർട്ടുകാർ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ ടീഷർട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടീഷർട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് വരും. ആ ടീഷർട്ട് സൈഡാക്കി നമ്മുടെ ജിമ്മുകാർ നടത്തിയ നൈറ്റ് റണ്ണിന് നമ്മൾ പോയി തിരിച്ച് വന്ന് വർക്കൗട്ട് ചെയ്തു വരെ നിങ്ങൾ വീഡിയോ കണ്ടു. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും റോട്ടിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തു ഏതോ ഒരു ഹിന്ദി ചേട്ടൻ ഫോണിൽ പാട്ടൊക്കെ കേട്ടിരിക്കുന്നതാണ്. കുറച്ചു നേരം പാട്ട് കേൾക്കാം, കുറച്ചു നേരം നിൽക്കും, കുറച്ചു നേരം പിന്നെയും പാട്ട് കേൾക്കാം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഹിന്ദി ചേട്ടനൊന്നുമില്ല. നേരെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് റോഡിലാണെങ്കിൽ ഒരു ഫോൺ കിടക്കുന്നത്. ആ ഫോണിന്റെ ഉടമസ്ഥനെ അതിന്റെ പപ്പ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മോശം റിംഗ് ടൂൺ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ആ റിംഗ് ടൂൺ ഇട്ടതും നന്നായി എന്ന് തോന്നുന്നു. പിന്നെ ആ ഫോണിന്റെ ഉടമസ്ഥർ വന്നു, അവർക്ക് ഞാൻ ഫോണൊക്കെ കൊടുത്തു. അവരും ഹാപ്പി. ഒരു ദിവസം ഒരു നന്മ ചെയ്തില്ലെങ്കിൽ പോർക്കം വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെ ഇന്നലത്തെ നന്മയും കൊണ്ട് ഇന്നലത്തെ ദിവസം തീർന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. ഇന്ന് രാവിലെ നമ്മൾ കാർഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇന്ന് വർക്കൗട്ട് ചെയ്യാനും കൂടെ നമ്മൾ രാവിലെ പോയി. എന്നത്തെ പോലെയും വെയിറ്റ് നോക്കി. ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കും വെയിറ്റ് കുറച്ച് സ്റ്റക്ക് ആവുന്നുണ്ട്. ആക്ടിവിറ്റി ലെവല് കൂട്ടേണ്ടിയിരിക്കുന്നു തോന്നുന്നു. ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ്. അതുകൊണ്ട് ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടി ഡയറ്റ് വിടാണ്ടിരിക്കാനും ഞാൻ രാവിലെ തന്നെ എന്റെ ഫേവറേറ്റ് ബനാന ബ്രെഡ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നേരെ പോയത്. അങ്ങനെ ആ ബ്രെഡും പാക്ക് ചെയ്ത് ബാക്കിയുള്ള എല്ലാ മീലും പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയി. ഉച്ചവരെ ഓഫീസിൽ ജോലി എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് ലീവ് എടുത്ത് കിട്ടിയ ഒരു ഊബറിന് കയറിയിട്ട് ഞാൻ നേരെ നാട്ടിലേക്ക് പോയി. നാട്ടിലെ വിശേഷങ്ങൾ നാളെ തൊട്ട് കാണാം. പക്ഷെ ഇന്ന് ഡേ 44 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ലാറ്റ് മസിലും ബൈസെപ്സും ഫോക്കസ് ചെയ്തുള്ള റപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം തൊട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മിച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സർപ്സ് ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് ചെയ്യണം. ബൈ.